നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിൻ്റെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിലും പ്രോബ്ലംസാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to a ഇൻ്റഗ്രൽ 1 to b 1/xy dx dy എന്നാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ലിമിറ്റിന് പകരം ഇവിടെ നമ്പേഴ്സിന് പകരം a b എന്നാണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിൻ്റെ പ്ലേസിൽ ഈ a b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ്റഗ്രൽ a to b ഇൻ്റഗ്രൽ 1 to b 1/xy dx dy. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്, dx dy എന്നാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റാണ് 1 to b എന്ന് പറയുന്നത്, വൈയുടെ ലിമിറ്റാണ് 1 to a എന്ന് പറയുന്നത്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to a ഇൻ്റഗ്രൽ 1 to b 1/xy dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ ടേം എന്താണുള്ളത് അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇവിടെ വൈയുടെ ടേം എന്ന് പറയുന്നതിനെ 1/y എന്നുള്ള ഫോമിൽ എഴുതാമല്ലോ. അതിനെ 1/xy എന്നുള്ളതിനെ 1/x × 1/y എന്ന് എഴുതാം. അപ്പോൾ 1/y എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ആ ടേമിനെ ഞാൻ ആദ്യം എടുത്ത് എഴുതി. ദെൻ ഇൻ്റഗ്രൽ ഓഫ് 1 to b ദെൻ 1/x dx dy ഇങ്ങനെ എഴുതാമല്ലോ അതിനെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to a 1/y ഇൻറ്റു ഇൻ്റഗ്രൽ 1 to b 1/x dx. അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 1/x dx. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 1/x dx എന്താണ്? പഠിച്ചാണല്ലോ, log x അല്ലേ, log x. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഏത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് 1/x dx എന്നത് log x. സോ log x അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക, 1 to b ദെൻ dy. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to a 1/y ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് b കൊടുക്കുക, ലോവർ ലിമിറ്റ് 1 കൊടുക്കുക. സോ സോൾവ് ചെയ്യുമ്പോൾ log b മൈനസ് log 1 dy. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 1 to a 1/y ഇൻറ്റു log b ഇൻറ്റു എന്താണ് log 1ൻ്റെ വാല്യൂ? log 1ൻ്റെ വാല്യൂ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to a 1/y ഇൻറ്റു log b dy എന്ന് വരും അല്ലേ. log b എന്നതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ a b വാല്യൂസ് എന്താണ്? ശരിക്കും ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്പേഴ്സിന് പകരം ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ തന്നേക്കണമെന്നേ ഉള്ളൂ. അത് log b അപ്പം എന്താണ്? ശരിക്കും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അതിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു log b ഇൻറ്റു ഇൻ്റഗ്രൽ 1 to a 1/y dy എന്ന് എഴുതാമല്ലോ. എന്താണ് ഇൻ്റഗ്രൽ ഓഫ് 1/y dy? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ ഓഫ് 1/x dx log x ആണ്. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് 1/y dy എന്നത് log y ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു log b ഇൻറ്റു log y എന്ന് കിട്ടും, log y. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എയും ലോവർ ലിമിറ്റ് 1 ആണ്. ഓക്കെ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും log b ഇൻറ്റു log വൈയുടെ പ്ലേസിൽ എ കൊടുക്കാതെ വൈയുടെ പ്ലേസിൽ എ കൊടുക്കുക. അപ്പോൾ log a ദെൻ മൈനസ് log വൈയുടെ പ്ലേസിൽ 1 കൊടുത്താൽ log 1. വീണ്ടും log 1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു log b ഇൻറ്റു log a മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് log a മൈനസ് 0 log a. അപ്പോൾ log a ഇൻറ്റു അല്ലെങ്കിൽ log b ഇൻറ്റു log a ഇൻറ്റു log b എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to log 3 ഇൻ്റഗ്രൽ 0 to log 2 e raised to 2x plus 3y dx dy. dx dy എന്നുള്ള ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to log 2, വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to log 3 ആണ്. സോ ഇൻ്റഗ്രൽ 0 to log 3 ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. 0 to log 2 e raised to 2x plus 3y dx dy. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാനിവിടെ തന്നെ ബ്രാക്കറ്റ് ഇടുവാണ്. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഒരു എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലല്ല ഈ ഫംഗ്ഷൻ വന്നേക്കുന്നത്. ഇ റേസ് ടു എക്സ് പ്ലസ് വൈ, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ എന്ന് എഴുതാമല്ലോ. ഇ റേസ് ടു എക്സ് പ്ലസ് വൈയെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to log 3 ഇൻ്റഗ്രൽ 0 to log 2
ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു 3y ഡി എക്സ് ഡി വൈ എന്ന് എഴുതാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു 3y ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. ഇനി ഇ റേസ് ടു 3y എന്നുള്ള ടേം കോൺസ്റ്റൻ്റ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിന് ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ദെൻ ഇ റേസ് ടു ഏതിനെടുക്കണ്ട ഇ റേസ് ടു 3y ഔട്ട് സൈഡ് എടുക്കണം, കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു ലോഗ് 2 ബാക്കി വരുന്നത് എന്താ അവിടെ ഇ റേസ് ടു 2x ഉണ്ട് ഡി എക്സ് ഡി വൈ. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ഇ റേസ് ടു 3y ഇൻറ്റു ഇനി ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2x. ഇ റേസ് ടു 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെ. പക്ഷേ ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ 2 കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ, അങ്ങനെയല്ലേ പഠിച്ചത്? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ എന്നതാണ് പഠിച്ചത്. അത് വെച്ചിട്ട് ഇവിടെ ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 2 എന്ന് വരും ഇവിടുത്തെ ഇൻ്റഗ്രൽ വാല്യൂ. ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 ടു ലോഗ് 2. ഓക്കെ, ദെൻ ഡി എക്സ് ടൈം കഴിഞ്ഞു, അടുത്ത ഡി വൈനെ എഴുതുക. ഓക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ദെൻ ഇ റേസ് ടു 3y ഇൻറ്റു ഇ റേസ് ടു 2 ലോഗ് 2, ഇവിടെ ഒരു ബൈ 2 ഉണ്ട്, മൈനസ് ഇ റേസ് ടു 0 ബൈ 2 ഡി വൈ. അങ്ങനെയല്ലേ കേട്ടോ, ഇ റേസ് ടു 2 ലോഗ് 2 എന്ന് വരും. ഇനി ഇ റേസ് ടു 2 ലോഗ് 2നെ നമുക്കൊരു ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇ റേസ് ടു എ ലോഗ് എക്സ് ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു എ എന്ന് എഴുതാമല്ലോ. ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു എ എന്ന് എഴുതാമല്ലോ അല്ലേ. അത് വെച്ചിട്ട് ഇതിനെ ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ഇ റേസ് ടു 3y. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ബൈ 2 എന്നുള്ളത് രണ്ടിനും കോമൺ അല്ലേ, അത് ബൈ 2 ഔട്ട് സൈഡ് എടുക്കുവാണ്. ദെൻ ഇ റേസ് ടു ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എ ലോഗ് എക്സ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് എ ലോഗ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു എ എന്നാണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു 2 ലോഗ് 2 എന്ന് പറയുന്നത് ഇ റേസ് ടു ലോഗ് 2 റേസ് ടു 2 അങ്ങനെ വരില്ലേ. അപ്പോൾ ഇ റേസ് ടു ലോഗ് 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ ലോഗ് 4 വരും. ലോഗ് 4 മൈനസ് ഇ റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. സോ 1 ഡി വൈ. ഇ റേസ് ടു 0 ഈസ് ഇ റേസ് ടു 0 ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ഇവിടെ ഇ റേസ് ടു 3y ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇ റേസ് ടു ലോഗ് 4 അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, -1 ഡി വൈ. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ദെൻ ഇ റേസ് ടു 3y ബൈ 2. ഇനി ഇ റേസ് ടു ലോഗ് 4ൻ്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു ലോഗ് എക്സ്. ഇ റേസ് ടു ലോഗ് എക്സ് എന്നാൽ ഇയുടെ പവറായിട്ട് ലോഗ് വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്, ഇതിൻ്റെ വാല്യൂ എക്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റിലേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇ റേസ് ടു ലോഗ് 4 എന്താണ്? 4 ആണ്. 4 മൈനസ് 1 അല്ലേ, 4 മൈനസ് 1 ഡി വൈ എന്ന് കിട്ടും. ഇതിൽ 4 മൈനസ് 1 എന്ന് 3 ആണ്, ഇവിടെ ഒരു ബൈ 2 ഉണ്ട്, അപ്പോൾ 3 ബൈ 2 എന്ന് കോൺസ്റ്റൻറ്റ് കിട്ടും. അതിന് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു ലോഗ് 3 ഇ റേസ് ടു 3y ഡി വൈ. ഇങ്ങനെയല്ലേ കിട്ടുക ലാസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു നമുക്ക് വൈയിലുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ് വന്നേക്കുന്നത്. 3/2 കോൺസ്റ്റൻ്റ് ആണ് ഔട്ട് സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ 3/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3y എന്താണെന്ന് അറിയാലോ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു എ വൈ ബൈ എ. അത് വെച്ചിട്ട് ഇ റേസ് ടു 3y ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടൂടെ അല്ലേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 ടു ലോഗ് 3. ഓക്കെ, 0 ടു ലോഗ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു നമ്മൾ വൈയുടെ പ്ലേസിൽ ലോഗ് 3 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 0 കൊടുക്കുക. സോ ഇ റേസ് ടു 3 ലോഗ് 3
ഒരു ബൈ 3 ഉണ്ട്, അത് വിട്ടുപോകരുത്. ദെൻ മൈനസ് ഇ റേസ് ടു വൈയുടെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0/3 വരും. ഓക്കെ, അതല്ലെങ്കിൽ ആദ്യമേ ഔട്ട് സൈഡിലേക്ക് ഈ ഒരു 3നെ എടുത്തേക്കണം. ഓക്കെ, അപ്പം ഞാനത് ആ 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ഈ ഒരു 3 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. സോ 2 × 3, ഓക്കെ, ഔട്ട് സൈഡ് എടുത്തു. ഇ റേസ് ടു 3 log 3 മൈനസ് ഇ റേസ് ടു 0. ഓക്കെ, അപ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് മാത്രമായി. 1/2 ഇൻറ്റു ഇ റേസ് ടു 3 log 3. മുമ്പേ പറഞ്ഞ ആ ഇ റേസ് ടു 2 log 2നെ നമ്മൾ മാറ്റി എഴുതിയ പോലെ തന്നെ ഇ റേസ് ടു 3 log 3യെ മാറ്റി എഴുതിയാൽ ഇ റേസ് ടു log 3 ക്യൂബ് എന്ന് വരൂലേ. ഇ റേസ് ടു log 3 ക്യൂബ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇ റേസ് ടു 0 എന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു log 3 ക്യൂബ് എന്താണ്? 3 × 3 × 3. അപ്പോൾ ദാറ്റ് ഈസ് 27. ദെൻ മൈനസ് 1. ഇ റേസ് ടു log 27 എന്താണ്? ഇ റേസ് ടു log 27 എന്നാണ് 27 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 27 മൈനസ് 1. 27 minus 1 is 26. 26/2 is 13. So 13 is the answer. Third question നോക്കാം. Find the volume under the plane z equal to 2x plus y and over the rectangle r equal to the set of all x, y such that 3 less than or equal to x less than or equal to 6 and 1 less than or equal to y less than or equal to 2. ഇതിൻ്റെ വോളിയം കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് 3 വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുന്നത്? വോളിയമാണ്. സോ വോളിയം ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ ഏതിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇസഡ് ഈക്വൽ ടു 2x plus y എന്നുള്ള ആ ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 2x plus y. ഇനി ഡി എക്സ് ഡി വൈയോ ഡി വൈ ഡി എക്സോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. ഞാൻ ഡി എക്സ് ഡി വൈ ഉപയോഗിക്കാം. ഓക്കെ, ഡി എക്സ് ഡി വൈ. അപ്പോൾ നമ്മൾ ഡി എക്സ് ഡി വൈ എടുക്കുമ്പോൾ ഇവിടുത്തെ റേഞ്ച് എഴുതേണ്ടത് ആദ്യത്തെ ഇൻറ്റഗ്രലിൽ, ആദ്യത്തേതെന്ന് വെച്ചാൽ അകത്തെ ബ്രാക്കറ്റിൽ ആദ്യത്തെ ഇൻറ്റഗ്രലിൽ എഴുതേണ്ടത് എക്സിൻ്റെ റേഞ്ചാണ്. എക്സിൻ്റെ റേഞ്ച് ഇവിടെ 3 to 6 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 3 to 6. ദെൻ പുറത്തുള്ള രണ്ടാമത്തെ അത് ഏത് വേരിയബിളിന് വേണ്ടിയിട്ടുള്ളതാണ്? വൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വൈയുടെ റേഞ്ച് പോയിരിക്കുന്നത് 1 to 2 ആണ്. ഓക്കെ, 1 to 2. സോ 1 to 2 ഇൻറ്റഗ്രൽ 3 to 6 2x plus y dx dy ഇതിനെയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2. ദെൻ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തു ഇൻറ്റഗ്രൽ ഓഫ് 3 to 6 2x plus y dx dy. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2. ഇവിടെ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 2x²/2 അല്ലേ. അപ്പോൾ ആ 2 എനിക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് x² എന്ന് മാത്രമാവും. ഓക്കെ, ദെൻ പ്ലസ് ഇവിടെ ഇൻറ്റഗ്രൽ ഓഫ് y എന്ന് പറയുന്നത് y × 1 എന്നുള്ള ഫോമിലാണ് ഇവിടെ. അപ്പം ഇൻറ്റഗ്രൽ ഓഫ് y എന്ന് പറയുന്നത് y കോൺസ്റ്റൻ്റ് ആണല്ലോ, xy എന്ന് വരും. x × y xy. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക 3 6. അപ്പോൾ ഡി എക്സിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി dy എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വാല്യൂ കൊടുത്താൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 6 കൊടുക്കുക. 6² പ്ലസ് 6y. ഓക്കെ, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 3 കൊടുക്കുക. ദാറ്റ് ഈസ് ബ്രാക്കറ്റിനകത്ത് 3² പ്ലസ് 3y. ദെൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് dy. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2. ഈ വാല്യൂസ് എല്ലാം ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. 6² ഈസ് 36. 36 പ്ലസ് 6y മൈനസ് 3² 9. അപ്പോൾ -9. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -3y. ദാറ്റ് ഇൻറ്റു dy എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ ഇൻറ്റഗ്രൽ 1 to 2 36 minus 9. 36 minus 9 എന്ന് പറയുന്നത് 27. Then plus 6y minus 3y. Plus 6y minus 3y, that is plus 3y dy. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 27നെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 27y എന്ന് കിട്ടും. 27y പ്ലസ് 3yയെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3y²/2 എന്ന് കിട്ടും. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 2 കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ തന്നെ സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 into 2 then minus 27 into 2 plus
3 into 2 square by 2 then minus 27 into 1 plus 3 into 1 square by 2 എന്ന് വരും. അത് സോൾവ് ചെയ്താൽ 27 into 2 plus 3 into 2 square by 2 then minus of 27 into 1 that is 27 plus 3 by 2. ഓക്കെ, വൈയുടെ പ്ലേസിൽ 1 കൊടുത്തു 2 കൊടുത്തു. ഓക്കെ, 27 into 2 that is 54 പ്ലസ് ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അപ്പം ന്യൂമറേറ്ററിൽ 3 into 2 6 വരും. ദെൻ മൈനസ് 27 മൈനസ് 3 by 2 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 54 plus 6 that is 60 minus 27 minus 3 by 2 that is 33 minus 3 by 2 എന്ന് വരും. 33 minus 3 by 2 that is 66 minus 3 whole divided by 2 that is 63 by 2 എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ആൻസർ. ടെക്സ്റ്റിലെ പ്രോബ്ലമാണ് 63 by 2 ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏരിയ കാണാൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ടല്ലോ, ഈ സൈഡ് ഉണ്ട്. അപ്പോൾ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.